വന്യമൃഗപ്പേടിയിൽ വിറങ്ങലിച്ച് ഗ്രാമവാസികൾ. വളർത്തുനായെ പിടികൂടാനെത്തിയ പുലി അടുക്കളയിൽ എത്തിയ ഭീതി മാറാതെ വീട്ടമ്മ. പത്തനാപുരം പൂമരുതിക്കുഴിയിൽ സതീഷിൻ്റെ വീട്ടിലാണ് പുലി എത്തിയത്. സംഭവ സമയം സതീഷിൻ്റെ ഭാര്യയും 4 വയസ്സുകാരനായ മകനും വീട്ടിലുണ്ടായിരുന്നു. പുലിയെ കണ്ട് അടുത്ത മുറിയിൽ കയറി വാതിൽ അടച്ചതിനാൽ ജീവൻ തിരികെ കിട്ടിയതായി രേഷ്മയും ബന്ധുക്കളും പറയുന്നു. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ പിടിക്കാനായി കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. അന്ന് രാവിലെ ഇന്നലെ ഇവിടെ വരുന്ന സമയത്തും ഇട്ട് രാവിലെ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയെന്നറിയാം. ഈ കുഞ്ഞോടെ ചോദിച്ചോണേ എന്ന് ഇതെല്ലാം ഉള്ളിലിരിക്കുന്ന പറഞ്ഞതില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലാണ് എരുത്തലി ആടിനെ പിടിച്ചോണ്ട് പോയത്. കെട്ടിയിട്ട ആടായിരുന്നു. അതിനെ കടിച്ചു കൊന്ന് ഒരു പരുവാക്കി കിട്ടും. രാവിലെ ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ശല്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ താൽക്കാലികമായിട്ട് വന്ന ഒരു പ്രശ്നം നടക്കുമ്പോൾ ഓടി വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന വന്നു. അവർ അന്നത്തെ അന്ന് വൈകിട്ടത്തോടുകൂടി അവരുടെ പ്രശ്നം തീർന്നു. അതില്ല, അത് അങ്ങനെ വന്ന് ആ കഥവിലിട്ട് നിരന്തരമായിട്ടുള്ള അടി ബഹളവും ബായും ബഹട്ടുണ്ട് ആണ്. ഇത് ഓടി മുറ്റത്തോട്ട് മറയുന്ന അപ്പുറത്തെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ഈ പെണ്ണ് ഫ്രണ്ട് വശത്തെ വാതിൽ തുറന്ന് ചെന്ന് നോക്കുമ്പോഴാണ് താഴെ തുണ്ടി നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ പട്ടി അവരുടെ തന്നെയായിരുന്നു. മറ്റേതോ പട്ടികളെ ചാടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ പട്ടി കണ്ടുകൊണ്ടാവാം. നേരെ മറിച്ച് ആ വീട്ടില്ല. അതല്ലാതെ ഈ തീരെ കട്ടിലിരിക്കുന്ന ഒരു പൊടിക്കുഞ്ഞല്ലാതെ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞും അവിടെ വേറെ ആളോട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഇതല്ല. ഈ അവസ്ഥ മാറും. അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയം നടന്നേനെ. അത് നമുക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും പറ്റത്തില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവരാണ്. ആ വീടുള്ളവരുന്ന് 10,000-2000 രൂപ കൊടുത്ത് അവരും 1000-1500 രൂപ വാടക കൊടുത്ത് ഞങ്ങൾ 2000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട്. കാരണം ആനയെ പായുന്നിട്ടാണ് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് ഇവിടെ വന്നപ്പം നമുക്ക് ഒരിക്കലും ആനയാണെങ്കിൽ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ വന്ന് എന്തെങ്കിലും തീറ്റിയെടുത്ത് നമ്മൾ പോലും അറിയാതെ പോകും. രാവിലെ നോക്കുമ്പോഴാണ് ആനച്ചവിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ രാത്രി വന്നു എന്ന് വയ്ക്കുന്നത്. പക്ഷേ ഇതല്ല. ഇന്ന് വീട്ടിൽ കയറേണ്ട, അതായത് രാത്രി സമയങ്ങളാണല്ലോ ഓക്കെ പോട്ടെ, രാത്രി വന്നു എന്തെങ്കിലും വന്നു. ഇത് പകൽ 3 മണിക്ക് 3:30 വന്ന് ചാടി കയറി പെരക്കകത്ത് കയറുക എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നത്? ഒരുപക്ഷെ കഥവിന് സാക്ഷ്യമില്ലായിരുന്നെങ്കിൽ കഥവിന് സാക്ഷ്യമില്ലെന്നല്ല, ആ കഥവ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ മറ്റേ ഒരു റൂമിനും അവിടെ കഥവില്ല. അത് കഥവും ഉപയോഗമല്ല. അത് പെണ്ണ് പറയുന്നത് അറിയാം. ഞങ്ങളോട് താമസം വന്ന ഇന്ന് വരെ ആ കഥ ഉപയോഗം അടഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ആ ഒരു ബഹളത്തിനിടയ്ക്ക് ആ കഥ ഇന്നലെ അടഞ്ഞു. പക്ഷെ അത് പിന്നീട് തുറന്നപ്പോൾ 2 യാവരിയും ഇല്ല. ഇവിടെ നേരത്തെ പുലി ഇങ്ങോട്ട് നോക്കണ്ടോ? തട്ടടിച്ച് വാർത്തിട്ടിരിക്കുന്ന അതിന്റെ കീഴിൽ ഒരുപാട് പട്ടികളുണ്ട്. തെരുവുനായ്ക്കൾ ചെയ്യാനാ അതിനെയൊക്കെ വിഷമിച്ച് കൊല്ലാനും കൂടെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾ വിഷമിച്ച് എന്റെ പെരക്കകത്ത് കിടക്കുന്ന എന്റെ വീട് പോയി കൊണ്ടുവരാനാണ് ഇവിടെ വന്ന് കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ വളർത്താനെ കൊണ്ട് ഈ മുറിക്കകത്ത് കയറി കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്തി എഴുതപ്പോഴാണ് ഇവിടുത്തെ ആള് കയറി ചെന്ന് നോക്കുന്നുണ്ടെയാണ് അടുക്കളയ്ക്ക് കുരുവിക്കുന്ന കാണുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ വേദനപ്പെട്ടു പോയി. അവസാനം പിന്നെ കഥ അടച്ചു. 3:30 കുഞ്ഞിനെ വിടുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു 3:15 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇറങ്ങണം. അപ്പോൾ അലാറം വെച്ചിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് പകല് ഇവിടെയൊക്കെ ഇറങ്ങിയെന്നും വെളിയിലൊക്കെ പട്ടിയൊക്കെ കുറയ്ക്കുന്നതായിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയെന്ന് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ എടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നു. കയറി ഇങ്ങ് അകത്തോട്ട് വന്നു. ഈ കഥ തുറന്നില്ല, അടുക്കള വശത്തോടെ വന്നത്. അപ്പോൾ ഞാൻ കയറി